പശ്ചിമേഷ്യയിൽ രൂക്ഷമാകുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങൾ പരിഹരിക്കാൻ പുതിയ സമാധാന നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയും. പാക് ചൈന 5 സമാധാന നീക്കം ചർച്ച ചെയ്തു. പാക് ചൈന വിദേശകാര്യമന്ത്രിമാർ ഇത് സംബന്ധിച്ച് സംസാരിച്ചു. നേരത്തെ 5 പദ്ധതി ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഇത് സജീവമാക്കുന്നത്. പാകിസ്ഥാനിൽ നടന്ന ഇറാൻ 21 മണിക്കൂർ സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ഹോർമുസ് പൂർണ്ണമായി തുറന്നില്ല എങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും തിങ്കളാഴ്ച ഉപരോധം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇത് സ്ഥിതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സമാധാന നീക്കവുമായി ചൈനയും പാകിസ്ഥാനും രംഗത്തെത്തുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ അമേരിക്കയെ വിമർശിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂൺ രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു. ഇറാനും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടാൻ ശ്രമിക്കരുത് എന്നും ജൂൺ ആവശ്യപ്പെട്ടു. നാവിക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ചൈനയുടെ ഈ പ്രതികരണം എത്തിയത്. ഇറാനുമായി ചൈനയ്ക്ക് വ്യാപാര ഊർജ്ജ കരാറുകളുണ്ടെന്നും മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ജൂൺ പറഞ്ഞു. മാത്രമല്ല, ഹോർമുസ് ചൈനയ്ക്കായി തുറന്നു തന്നെ കിടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ 40% LNG ആവശ്യത്തിന്റെ 30% ഹോർമുസിലൂടെയാണെന്നും കടൽപാതയുടെ സുരക്ഷയും സ്ഥിരതയും തടസ്സമില്ലാത്ത സഞ്ചാരവും ഇതിന് അനിവാര്യമാണെന്നും ചൈന ആവശ്യപ്പെടുന്നു. ഇറാനുമായി നടത്തിയ നിർണായക ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കടൽ മാർഗങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇത് സംഘർഷം വീണ്ടും രൂക്ഷമാകാൻ വഴിയൊരുക്കുന്നതായാണ് വിലയിരുത്തൽ. ഇറാന്റെ കപ്പലുകൾ അടുത്തെത്തിയാൽ തകർക്കുമെന്നാണ് ട്രംപിന്റെ പ്രധാന ഭീഷണി. ഇറാൻ കപ്പലുകളെയും ഇറാൻ ടോൾ നൽകുന്ന കപ്പലുകളും തടയുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് ഉപരോധിച്ചാൽ ഗൾഫ് തുറമുഖങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില $100 കടന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ബന്ധമുള്ള കപ്പലുകളെ തടയാനുള്ള നീക്കത്തിനിടെ കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്നാണ് UAE വ്യക്തമാക്കിയത്. ഗൾഫ് രാജ്യങ്ങൾ ഹോർമുസിനെ മോചിപ്പിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. ഇറാൻ ആക്രമണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ ഇവർ വിലയിരുത്തി. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ ചരക്കു നീക്കം തടയുന്നതിലൂടെ ഇറാൻ സാമ്പത്തിക ഭീകരതയാണ് നടത്തുന്നതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് US മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പരിശോധന അനുവദിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും വാൻസ് ആവശ്യപ്പെട്ടു. അതേസമയം മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പങ്കെടുക്കണമെന്നാണ് ഖത്തർ ഇറാനോട് ആവശ്യപ്പെട്ടത്. ചർച്ചകളിൽ സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുത് എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. ഹോർമുസ് തുറക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടത് ന്റെ അന്യായ ആവശ്യങ്ങളും ഉപരോധവും മൂലമാണെന്ന് അരാഗ്ചി പറഞ്ഞു. സെൻട്രൽ കമാൻഡ് നൽകിയ അറിയിപ്പ് പ്രകാരം ഒമാൻ തീരം, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലാണ് കപ്പൽ ഉപരോധമെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയ്ക്ക് എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. വ്യാഴാഴ്ച മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇറാനുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ച കൂടി നടത്തുന്നതിനെക്കുറിച്ച് US ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതായാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ഇറാനും മറ്റ് പ്രാദേശിക മധ്യസ്ഥരുമായി വരും ദിവസങ്ങളിൽ നടക്കുന്ന ആശയവിനിമയത്തിന്റെ പുരോഗതി അനുസരിച്ച് പുതിയ ചർച്ചയുടെ തീയതിയും സ്ഥലവും തീരുമാനിക്കും. നിലവിൽ പ്രാഥമികമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് അനുകൂലമായാൽ ഉടൻ കൂടിക്കാഴ്ചയ്ക്ക് സജ്ജമാകാനാണ് ന്റെ തീരുമാനം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ മറ്റൊരു വട്ടം കൂടി ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് പ്രാദേശിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ തുർക്കി സജീവമായി ശ്രമിക്കുന്നുമുണ്ട്. ജനീവയോ ഇസ്ലാമാബാദോ അടുത്തവട്ട ചർച്ചയ്ക്കുള്ള വേദികളായി പരിഗണനയിലുമുണ്ട്. നേരത്തെ വിയന്ന, ഇസ്താംബൂൾ എന്നീ നഗരങ്ങളും പരിഗണിച്ചിരുന്നു. നയതന്ത്ര പരിഹാരം സാധ്യമാണെന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ കാലാവധി നീട്ടുന്ന കാര്യവും ഇരുപക്ഷവും പരിഗണിച്ചേക്കും. ഇറാൻ തങ്ങളെ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാറിലെത്താൻ അവർക്ക് താൽപര്യമുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഉം ഇറാനും തമ്മിൽ ആശയവിനിമയം ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് US ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.